നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്നുമല്ലെങ്കിലും ഞാൻ അമ്മയുടെ ചേട്ടന്റെ മകളല്ലേ, അതുകൊണ്ട് ഒരടി കൂടുതൽ കിട്ടും. ഒരു ചേട്ടന്റെ മകള്, അയാളെ എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. പ്ലീസ് അമ്മായി പ്ലീസ്. എന്തായാലും അമ്മായിയുടെ മകൻ ACP എന്റെ കഴുത്തിൽ താലി കിട്ടിയവനല്ലേ? ആണോ? എന്നിട്ടാ നീ അവനെ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞത്? അയ്യോ, ACP ഞാനൊന്നും ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നെ അകത്താക്കുമെന്ന് പറഞ്ഞില്ലേ? അത് അപ്പോഴത്തെ ദേഷ്യത്തില് പറഞ്ഞു പോയതാ അമ്മായി. എന്നാലേ ഇപ്പോഴത്തെ ദേഷ്യത്തിന് പലതും ഞാൻ നിന്നോട് ചെയ്യും. അല്ല, എന്തിനും ഏതിനും ഒരു സൊല്യൂഷൻ ഇല്ലേ അമ്മായി? ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്. നിന്റെ ഈ കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ? ടെൽ മീ അമ്മായി. നീ ഇവിടുന്ന് പോണം. എന്നേക്കുമായിട്ട്. എങ്ങോട്ട്? മാധവ മന്ദിരത്തിലേക്ക്, ഇന്ദ്രജിയുടെ വീട്ടിലേക്ക്. അതാ തൽക്കാലം നിന്റെ വീട്. അതിന്റെ അവകാശം ഞാനും എന്റെ രാമേട്ടനും ആണെങ്കിലും തൽക്കാലം നീ അവിടെ താമസിച്ചു. എന്തു പറയുന്നു? അത് നിനക്ക് പറ്റുമോ? അതെ, വേഗം പറ. നീ പോവോ? ശരി, ഞാൻ പോവാം. വെരി ഗുഡ്. അവനവന്റെ ആരോഗ്യത്തിന് ഹാനികരമായ തീരുമാനം എടുക്കാത്തതാ നിനക്ക് നല്ലത്. എങ്കി നാളെ തന്നെ ഇവിടുത്തെ സ്ഥലം വിട്ടോണം. ഇതോട്രാ. അമ്മായി ഒന്ന് നിന്നേ. എന്താ? സാവിത്രി അമ്മ ഇതൊന്ന് നോക്കിയേ. ഞെട്ടി ബോധം കെട്ട് വീഴണ്ട. വീണാലേ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഫോണിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ആയ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനത് ലാപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? വീണ്ടും അഹങ്കാരം കാണിച്ച് എന്റെ നേരെ വന്ന ദേ ഈ കണക്ക് കൂടി ചേർത്ത് ഞാൻ തിരികെ തരും. അതുകൊണ്ട് പത്തി വിരിച്ച് ആടണ്ട. ഞാൻ കുറെ സ്നാക്സിനും ഫുഡ് ഐറ്റംസിനും ഒക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ വരും. ബില്ല് പേ ചെയ്തിട്ടില്ല. അതിന്റെ ബില്ല് കൊടുത്ത് ആ സാധനങ്ങളൊക്കെ ഇങ്ങ് വാങ്ങിക്കൊണ്ട് വാ. കാശ് കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അയ്യോ ഇല്ല മോളെ, ഞാൻ ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. അയ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.